ലിപ്സ്റ്റിക്ക് ചുണ്ടിലിടുന്ന സഹോദരിമാർ, അവരോട് പറയാനുള്ളത്, ലിപ്സ്റ്റിക്ക് ചുണ്ടിൽ തേക്കുന്നതോടുകൂടെ നോമ്പ് ബാത്തിലാകുമോ എന്നുള്ളത് ഒരു സംശയം. ഞാൻ പറയുന്നത്, അള്ളാഹുവിനെ ഭയപ്പെടുന്ന, അള്ളാഹിൽ വിശ്വസിക്കുന്ന, ഏക ഇലാഹായ അള്ളാഹുവിൽ വിശ്വസിക്കുകയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു പരിപൂർണമായ മുഅ്മിനായ ഒരു വിശ്വാസിയായ ആളുകളോടാണ് ഞാൻ പറയുന്നത്. സ്വർഗത്തിൽ പോകണമെന്നും ഇസ്ലാം എന്ത് പറയുന്നുവോ അതെല്ലാം ഞാൻ ഉൾക്കൊണ്ട് ജീവിക്കാൻ ഞാൻ സന്നദ്ധനാണ് എന്ന് അറിയിക്കുന്ന ഒരു മുസ്ലിമായ വ്യക്തിയെ, സഹോദരിയോടാണ് നമ്മുടെ ഈ വീഡിയോ ഉള്ളത്. അല്ലാത്തവർക്ക് ഇത് ബാധകമല്ല. അങ്ങനെയുള്ള ഒരു സഹോദരി റമളാനും റമളാൻ അല്ലാത്തപ്പോഴും ലിപ്സ്റ്റിക്ക് ചുണ്ടിൽ തേച്ചാൽ അത് ഇടാൻ പറ്റുമോ എന്നുള്ളതൊരു ചോദ്യ വിഷയമാണ്. ഭർത്തൃമതികളായ ഭർത്താവുള്ള സഹോദരിമാർ അവരുടെ ഭർത്താവിനെ സന്തോഷിപ്പിക്കുവാനും ഭർത്താവിന് ആനന്ദം നൽകുന്നതിന് വേണ്ടിയും ചുണ്ടിൽ ലിപ്സ്റ്റിക്ക് ഇടുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, അത് തെറ്റായ പ്രവണതയല്ല. എന്നാൽ ഭർത്താവില്ലാത്ത സഹോദരിമാർ അല്ലെങ്കിൽ ഭർത്താവുള്ള സഹോദരിമാർ തന്നെ അന്യപുരുഷന്മാർ കാണുന്നതിനും അവർ അട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയും അവരെ മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടിയും ലിപ്സ്റ്റിക്ക് ധരിക്കുന്നത് അത് ഇസ്ലാം വിലക്കിയ കാര്യമാണ്. കാരണം മറ്റുള്ളവരെ കാണിക്കുക എന്നുള്ളത് അതത്ര അഭികാമ്യം അല്ല. ഇനി ഭർത്തൃമതികളായ ആളുകൾ തന്നെ അവർ ഭർത്താവല്ലാത്ത മറ്റുള്ള അന്യപുരുഷന്മാരെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണെങ്കിലും അതും ഇസ്ലാം വിലക്കിയ കാര്യമാണ്. അതും നല്ല കാര്യം അല്ല മറ്റുള്ളവരെ കാണിക്കുക എന്നുള്ളത്. ഇനി റമളാനിൽ ഒരു സഹോദരി സഹോദരി ഇങ്ങനെ ലിപ്സ്റ്റിക്ക് ധരിച്ചാൽ, ലിപ്സ്റ്റിക്ക് ഇട്ടാൽ നോമ്പ് മുറിയുമോ എന്നുള്ളതൊരു ചോദ്യമാണ്. ഇങ്ങനെ ഈ ലിപ്സ്റ്റിക്ക് ചുണ്ടിൽ തേക്കുന്നതോടുകൂടെ ഒരു പക്ഷേ നമ്മുടെ നാവുമായി സമ്പർക്കം പുലർത്തിക്കൊണ്ട്, നാവുമായി ചേർന്നുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഉമിനീരുമായി ഈ ലിപ്സ്റ്റിക്ക് കൂടിക്കലർന്നുകൊണ്ടോ ഈ ഉമിനീര് ലിപ്സ്റ്റിക്കിൽ നിന്നുള്ള എന്തെങ്കിലും ഒരു അംശം നമ്മുടെ വയറ്റിൽ അകത്തേക്ക് ചെന്നാൽ അവിടെ നോമ്പ് അസാധുവാകുന്നതാണ്, ബാത്തിലാകുന്നതാണ്. അതാണ് ഈ ലിപ്സ്റ്റിക്ക് ധരിക്കുമ്പോൾ ചിലപ്പോൾ സംസാരത്തിൻ്റെ ഇടക്കോ മറ്റെന്തെങ്കിലും ചില കാരണങ്ങൾ കൊണ്ട് ഉമിനീരുമായി കൂടി കലരാം. അല്ലെങ്കിൽ നമ്മുടെ നാവ് പുറത്തേക്ക് വരുമ്പോൾ നാവിൽ ഈ ലിപ്സ്റ്റിക്ക് തൊട്ടുരുമിക്കൊണ്ട് നാവിലായതുകൊണ്ട് അതിലൂടെ വയറ്റിൻ്റെ അകത്തേക്ക് ഈ ഉമിനീര് കടന്നേക്കാം, ഈ ലിപ്സ്റ്റിക്കിൻ്റെ എന്തെങ്കിലും ഒരു അംശം കടന്നേക്കാം. അങ്ങനെയും നോമ്പ് ബാത്തിലാകുന്നതാണ്. ഇനി ഒരു ഭർത്തൃമതിയായ പെണ്ണ് തന്നെ, സഹോദരി തന്നെ, അവർ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി പകൽ സമയത്ത് ഇങ്ങനെ ലിപ്സ്റ്റിക് ധരിക്കുക എന്നുള്ളത് അതും അത്ര നല്ലതല്ല. റമളാൻ്റെ പവിത്രത, മാന്യത കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി ഇത്തരം കാര്യങ്ങളെ തൊട്ടെല്ലാം ഒരു സഹോദരി മാറി നിൽക്കേണ്ടതാണ്. പകൽ സമയത്ത്, രാത്രി ഭർത്താവിനെ മുന്നിൽ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി അവൾക്ക് അങ്ങനെ ധരിക്കാം. എന്നല്ലാതെ പകൽ സമയത്ത് ഇങ്ങനെയുള്ള ചുണ്ട് ചുവപ്പിക്കുന്നതും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ റമളാൻ്റെ പവിത്രത മാനിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് വേണ്ടത്. സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ഫത്തുഹുൽ മുഈൻ പോലെയുള്ള ഗ്രന്ഥങ്ങൾ, ഫത്തുഹുൽ മുഈൻ്റെ 195 പേജിൽ നിന്ന് ഈ മസ്അല നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ്, നമുക്ക് മനസ്സിലാവുന്നതാണ്. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.